ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ ഒരു കറുപ്പ് കളറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഒന്ന് പോക്കാം എന്ന് വിചാരിച്ചപ്പോൾ കഴുകിയിട്ടൊന്നും പോകുന്നില്ല, സോപ്പിട്ട് ഉരച്ചിട്ടും പോകുന്നില്ല. അപ്പോൾ കുറച്ച് കോൾഗേറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ബ്രഷിന്മേലെടുത്തിട്ട് അത് നന്നായി അതിൻ്റെ സൈഡും മുകൾ ഭാഗവും ഒക്കെ നന്നായി ഉരച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ഉഷാറായിട്ട് ക്ലീനായി കിട്ടി. അപ്പോൾ ഇതൊരു കോൾഗേറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിട്ട് പോകും കേട്ടോ. ഇതിപ്പോൾ ക്ലോസപ്പാണ്. ക്ലോസപ്പ് നമുക്ക് പല്ല് തേച്ചപ്പം എല്ലാവർക്കും വായി പൊട്ടി. അപ്പോൾ ഞങ്ങളത് ഒഴിവാക്കിയതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അതെടുത്ത് ഞാൻ ചെരുപ്പൊക്കെ നന്നായി കഴുകി ഇതാ വൃത്തിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ആയിഷ മോളൊരു ടിപ്പാണ്. ഇതെത്ര? ഇങ്ങനെ ആക്കുക. ഇതോടെ നിനക്ക് കിട്ടി? ഇതെങ്ങനെ പഠിച്ചേ? അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ ഒരു പപ്പടക്കോല് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഒരാൾക്ക് നമ്മൾ പറയും ആൾക്ക് ബോട്ടിൽ എന്നൊക്കെ പറയും. അതെടുത്തിട്ട് ഇതാ അതിൻ്റെ അടപ്പിന് നല്ല ഒരു 4-5 ഹോൾസ് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉപ്പ്, അതുപോലെ തന്നെ ചായപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പൊടി, ചപ്പാത്തിക്ക് പൊടിയൊക്കെ കുടഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് കുറേശ്ശെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചപ്പാത്തിക്ക് കുഴച്ചിട്ട് ഇതാ ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോൾസ് 2, 3, 6, 7, 8 ചപ്പാത്തി ഒപ്പം വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നമ്മളെ റാക്കിൽ കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ടുണ്ട്. ഈ ഓരോ ഉണ്ട നമുക്കൊരു ചെറിയ മട്ടത്തിലൊന്ന് പരത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് എത്ര ചപ്പാത്തിയാണോ ഉണ്ടാക്കേണ്ടത് അത്രയും ചപ്പാത്തി നമുക്ക് വട്ട് നമുക്ക് പിന്നെ അട്ടിക്കട്ടി വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ നമ്മൾ പൊടി നന്നായി വിതരണം കേട്ടോ. ഓരോ പത്തിരിൻ്റെയും വട്ടിൻ്റെ മേലെ, ഉണ്ടൻ്റെ മേലെ. അങ്ങനെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും, പിന്നെ നമുക്ക് കിട്ടൂല കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം ഒരു 5-6 വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ പൊടി ഇല്ലാത്തത് കാരണം അത് ഒട്ടിപ്പിടിച്ചു. പിന്നെ ഞാനിതാ നന്നാക്കി പൊടി ഇട്ടിട്ട് ഇതാ 3 വെച്ചിട്ട് പരത്തുന്നുണ്ട്. അപ്പോൾ ഇതാ ഒക്കെ നല്ല മട്ടത്തിൽ വലുപ്പത്തിലും പാകത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത്ര എളുപ്പത്തിൽ നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും, അതായത് ഒരു 5-6 ചപ്പാത്തിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഒരു വിരുന്നേരമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ വളരെ ഉപകാരമാവും കേട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തി എനിക്ക് ആവശ്യമുള്ള വലുപ്പമായിട്ടുണ്ട്. ഞാനിതാ ഓരോന്നോരോന്നായി ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ആടുകൾക്കൊക്കെ വെള്ളം കൊടുക്കുമ്പോൾ പിണ്ണാക്ക് കുറച്ച് കട്ട പിടിച്ചതാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പിണ്ണാക്ക് ഇങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കാൻ നേരമാകുമ്പോഴേക്കും അതൊക്കെ ഇതാ പൊതിർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് കഞ്ഞി വെള്ളത്തേക്ക് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ വീട്ടിലെ കട്ടിംഗ് ബോർഡാണ് കേട്ടത്. ഇതെങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുനാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ പകുതി അതാ ആ ഭാഗത്തേക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ തോല് കൊണ്ട് തന്നെ എല്ലായിടത്തും ഞാനത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2-3 മണിക്കൂർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, ഒരു 10 മിനിറ്റ് പോലും വെച്ചിട്ടില്ല, നമുക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലായിടത്തും ഞാൻ ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ അതിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കറകളൊക്കെ ഇങ്ങനെ ഇളകിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചും കൂടി സുർക്ക ഉപയോഗിച്ചിട്ടോ, കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീൽ ബോളായിട്ട് നന്നായി ഒന്ന് ഞാൻ ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്രേ പോയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത സൈഡും അതുപോലെ ചെയ്യാം. അങ്ങനെ അപ്പുറത്തെ സൈഡ് ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കറ പിടിച്ചു പോയി. ഇത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റീൽ ബോളൊക്കെ ആയിട്ട് നന്നായി ഉരച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വൃത്തിയായിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടിയൊക്കെ പോവാനുണ്ട്. അതിനെ പയ്യെ നമ്മൾ നന്നാക്കി കഴുകുമ്പോൾ പോയിക്കോളും. അപ്പം നമ്മളെ ബോർഡ് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ കുട്ടികളെ വാട്ടർ ബോട്ടിലും പിന്നെ ചോറ്റും പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകാൻ ശ്രമിക്കുക. അപ്പോൾ അതിലുള്ള അണുക്കളും പിന്നെ ഒരു ജാതി ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിടണം എന്ന് വിചാരിച്ചിരുന്നു. അത് പെട്ടെന്നാവാനും വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, കുറച്ച് തിളച്ച വെള്ളം, അതായത് കഞ്ഞി വെള്ളം അതിലേക്ക് പാർന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി അതിൻ്റെ ചാറൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.